الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال الملأ الذين كفروا من قومه إنا لنراك في سفاهة وإنا لنظنك من الكاذبين ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന വലിയ ഒരു രാഷ്ട്രീയ വിവാദമാണ് കാഫിർ വിവാദം. ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഒരാൾ മറ്റൊരാളെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി മതവിരോധം സമൂഹത്തിലുണ്ടാക്കുന്നതിനും അത് മുഖാന്തിരം ലാഭം നേടുന്നതിനും വേണ്ടി ഉണ്ടാക്കിയൊരു വിവാദമാണത്. ആ വിവാദത്തിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് സംഗതമല്ല. അതിന് ഈ വേദി ഉപയോഗപ്പെടുത്തുന്നുമില്ല. എന്നാൽ ഈ സന്ദർഭത്തിൽ ആരാണ് കാഫിർ, എന്താണ് കുഫ്രിയത്ത് എന്ന ചർച്ച സംഗതമാണെന്ന് തോന്നുന്നു. കാഫിർ എന്ന പദം സാധാരണ നിലക്ക് ഉപയോഗിച്ച് വരുന്നത് ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുസ്ലിങ്ങളല്ലാത്തവർ എന്ന അർത്ഥത്തിലാണ് എന്ന് തോന്നുന്നു. മുസ്ലിങ്ങളല്ലാത്തവരാണ് കാഫിർ എന്ന നിലക്ക് ഉപയോഗിക്കുകയും ആ അർത്ഥത്തിൽ സമൂഹം തെറ്റായി മനസ്സിലാക്കുകയും ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് കാഫിർ എന്ന പദം ഖുർആൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഖുർആൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു സാങ്കേതിക പദമാണ്. ഭാഷാപരമായ അർത്ഥത്തിനപ്പുറത്ത് സാങ്കേതികമായി ചില ടേംസ് വേദങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ആ ടേംസ് ചില പ്രത്യേകമായ ലക്ഷ്യത്തോടു കൂടി പ്രത്യേകമായ ഒരു ആശയത്തെ പ്രതിനിധീകരിക്കുന്നതിന്, ഒരാശയത്തെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന പദങ്ങളായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം, ഖുർആനിൽ മുഅ്മിൻ എന്ന പദമുണ്ട്, മുനാഫിഖ് എന്ന പദമുണ്ട്, കാഫിർ എന്ന പദമുണ്ട്, അതുപോലെ അഹ്ലു കിതാബ് എന്ന പദമുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പദാവലികളുണ്ട്. ആ പദങ്ങളൊക്കെയും ചില ലക്ഷ്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ചില ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്ന പദങ്ങളായിട്ടാണ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു പദമാണ് കാഫിർ. ആരാണ് കാഫിർ? അതൊരു മതവിഭാഗമാണോ? മുസ്ലിങ്ങളല്ലാത്തവരെ കുറിച്ചാണോ കാഫിർ എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. കാഫിർ എന്ന് പറയുന്നത് ഒരു മതവിഭാഗമോ ഒരു സമുദായമോ ഒരു ജാതിയോ അല്ല. കാഫിർ എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിൽ തന്നെ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട പ്രത്യേകമായ ഒരു വർഗത്തിൻ്റെ പേരാണ്. വർഗം എന്ന് ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം പറയുന്ന വർഗസിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വർഗമല്ല, മറിച്ച് വിഭാഗം എന്ന അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്.
എല്ലാ മതത്തിലും പെട്ട മുസ്ലിങ്ങളിലും ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും യഹൂദരിലും സിഖുകാരിലും മതമുള്ളവരിലും കമ്മ്യൂണിസ്റ്റുകാരിലും എല്ലാം പെട്ട ഒരു പ്രത്യേക വിഭാഗത്തിനെ കുറിച്ചാണ് ഖുർആൻ കാഫിർ എന്ന് പറയുന്നത്. അതിന് ഏറ്റവും നല്ല അർത്ഥം ശ്രീനാരായണ ഗുരു തൻ്റെ ആത്മോപദേശ ശതകം എന്ന കൃതിയിൽ പറഞ്ഞ ഒരർത്ഥമാണ് മലയാളത്തിൽ പ്രയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല അർത്ഥമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിങ്ങനെയാണ്: ആത്മവിരോധി. അന്യലല്ലലുണ്ടാക്കുന്ന തൊഴിൽ ചെയ്യുന്നവൻ ആത്മവിരോധി എന്ന് നാരായണ ഗുരു പറയുന്നുണ്ട്. ആത്മവിരോധി എന്നാണ് കാഫിർ എന്ന പദത്തിന് മലയാളത്തിൽ പറയാൻ പറ്റിയ അർത്ഥം. ആത്മവിരോധി എന്ന് പറഞ്ഞാൽ എന്താണ്? അവനവന് തന്നെ വിനയായിത്തീരുന്നവൻ. ആത്മമെന്ന് പറഞ്ഞാൽ ഞാൻ, ആത്മവിദ്യ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ അറിയൽ, ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ കൊല്ലലാണ്. അപ്പോൾ ആത്മവിരോധി എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് തന്നെ ശത്രുവായി തീരുക, ഞാൻ എന്നെ തന്നെ ഹനിക്കുക, ഞാൻ എനിക്ക് തന്നെ നാശമുണ്ടാക്കി വെക്കുക. ഇതാണ് ആത്മവിരോധി. കാഫിർ എന്ന പദത്തിന് മലയാളത്തിൽ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല അർത്ഥം ആത്മവിരോധി എന്നാണ്. ആത്മവിരോധി ഓർത്തിടയണം എന്നാണ് ഗുരു പറയുന്നത്. കാഫിറിന് ചില ഗുണങ്ങളുണ്ട് ഖുർആനിൻ്റെ ഭാഷയിൽ. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ഏത് ജാതി മതത്തിലാണ് ഇക്കൂട്ടർ ഏറ്റവും കൂടുതലുള്ളതെന്നും നമുക്ക് പരിശോധിക്കാം. അത് നിങ്ങൾ കേൾക്കുന്ന നിങ്ങളങ്ങ് ആലോചിച്ചാൽ മതി. 1, ഇന്നല്ലദീന കഫറു സവാഹുൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. കാഫിറുകളുടെ ഒന്നാമത്തെ സ്വഭാവം, അവരോട് എന്ത് ധർമ്മബോധനം ചെയ്തിട്ടും ഒരു കാര്യമില്ല, എന്തൊക്കെ അവരോട് പറഞ്ഞു കൊടുത്തിട്ടും അവർക്ക് ഒരു കാര്യവുമില്ല. മുൻധാരണകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ജീവിക്കുന്ന വിഡ്ഢികളാണവർ. എന്ത് പറഞ്ഞു കൊടുത്തിട്ടും ഒരു കാര്യവുമില്ല. കാരണം പറയുന്നതിൻ്റെ സത്യാവസ്ഥ ഗ്രഹിക്കാനോ മനസ്സിലാക്കാനോ മെനക്കെടാതെ മുൻധാരണകളുടെ അടിസ്ഥാനത്തിൽ അഹങ്കാരികളായി ജീവിക്കുന്നവരാണ് കാഫിറുകൾ. അപ്പോൾ അതൊരു മതവിഭാഗത്തിൻ്റെ പേരല്ല, എല്ലാറ്റിലുമുള്ള ഒരു വിഭാഗത്തിൻ്റെ പേരാണ്. രണ്ടാമത്തത്, മാ യവദ്ദുല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വലൽ മുശ്രിക്കീന അൻ യുനസ്സില അലൈക്കും മിൻ ഖൈരിൻ മിർ റബ്ബിക്കും. സമൂഹത്തിന് നന്മയുണ്ടാകുന്നത് ആഗ്രഹിക്കാത്തവർ, ഇഷ്ടപ്പെടാത്തവർ, മനുഷ്യർക്ക് നന്മയുണ്ടാകുന്ന കാര്യങ്ങളെ ഇഷ്ടപ്പെടാത്ത സ്വാർത്ഥികളാണ് അവരെന്ന് ഖുർആൻ പറയുന്നു. മൂന്നാമത് അവരുടെ ഗുണമായി ഖുർആൻ പറയുന്നത്, സുയ്യിന ലില്ലദീന കഫറുൽ ഹയാത്തുദ് ദുനിയ വയസ്ഖറൂന മിനല്ലദീന ആമനു. ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരും മറ്റുള്ളവരെ പരമപുച്ഛത്തോടെ കാണുന്നവരുമായിരിക്കും. മറ്റുള്ളവരോട് ഒരുതരം പുച്ഛം, മറ്റുള്ളവരോട് പരിഹാസം, ഇങ്ങനെ മറ്റുള്ളവരെ ചെറുതായി കാണുകയും ഭൗതികതയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെയാണ് കാഫിർ എന്ന് ഖുർആൻ പറയുന്നത്. അതാണ് അവരുടെ സ്വഭാവം എന്ന് പറയുന്നു. സ്വാർത്ഥംബരികളായി ആർത്തിമൂത്ത് ദുനിയാവിൻ്റെ പുറകെ എന്തും ചെയ്യാൻ തയ്യാറാകുന്ന, എന്തുമെന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലുമാണ്, എന്തും ചെയ്യാൻ തയ്യാറാകുന്ന വിഭാഗമാണവർ എന്ന് പറയുന്നു. നാലാമതായി ഖുർആൻ പറയുന്നത്, വല്ലദീന കഫറു ഔലിയാഉഹുമുത് താഗൂതു യുഖ്രിജൂനഹും മിനൻ നൂരി ഇലദ്ദുലുമാത്. തമസ്സിൻ്റെ കാമുകർ, ഇരുട്ടിൻ്റെ കാമുകരാണവർ, ഇരുട്ടിൻ്റെ പ്രണേതാക്കൾ, വെളിച്ചത്തെ ഭയപ്പെടുന്നവർ. അവർ സമൂഹത്തെ ഇരുട്ടിലേക്ക് നയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. യുഖ്രിജൂനഹും മിനൻ നൂരി ഇലദ്ദുലുമാത്. ഇരുട്ടിലേക്ക് സമൂഹത്തെ നയിക്കാൻ വേണ്ടി നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർ, വെളിച്ചത്തെ ഭയപ്പെടുന്നവർ, തമസ്സിൻ്റെ കാമുകന്മാരാണവർ എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം കാഫിറുകൾ എന്ന് പറയുന്നത് ആരാണെന്ന്. അഞ്ചാമതായി ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന യക്ഫുറൂന ബിആയാത്തില്ലാഹി വയഖ്തുലൂന നബിയ്യീന ബിഗൈരി ഹഖ്ഖിൻ വയഖ്തുലൂന അല്ലദീന യഅ്മുറൂന ബിൽ ഖിസ്തി മിനന്നാസ്. നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നവരെ കൊന്നുകളയുന്നവർ. യഖ്തുലൂന അല്ലദീന യഅ്മുറൂന ബിൽ ഖിസ്തി മിനന്നാസ്. ജനങ്ങളിൽ നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളുകളെ വകവരുത്തി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് കാഫിറുകൾ. അങ്ങനെ വരുമ്പോൾ വിമർശകരെ ഒതുക്കുന്നവർ, വിമർശിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുന്നവർ, എതിരാളികളെ കൊന്നൊടുക്കുന്നവർ, നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളുകളുടെ ശബ്ദം മുടക്കുന്നവർ, അവരുടെ നാവരിയുന്നവർ, ഇവർക്കാണ് കാഫിറുകൾ എന്ന് പറയുക എന്ന് ഖുർആൻ പറയുന്നു. തുടർന്ന് പറയുന്നു, ഇന്നല്ലദീന ഇസ്തറവുൽ കുഫ്ര ബിൽ ഈമാനി ലൻ യദുറുല്ലാഹ ശൈഅ. ആദർശത്തെ വിറ്റുകളയുന്നവർ, ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ആദർശം വലിച്ചെറിയുന്നവർ, നിലപാടില്ലാത്തവർ,
അവിടെ പോയാൽ അത്, ഇവിടെ വന്നാൽ ഇത്, അങ്ങോട്ട് നോക്കിയാൽ അത്, പുറകോട്ട് നോക്കിയാൽ അങ്ങനെ, അപ്പം കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരാദർശവുമില്ലാത്ത, ആദർശത്തെ വലിച്ചെറിയുന്നവരാണ്, ആദർശത്തെ വലിച്ചെറിയാൻ മടിയില്ലാത്തവരാണ് കാഫിറുകളെന്ന് ഖുർആൻ പറയുന്നു. തുടർന്ന് പറയുന്നു, വലാ യഹ്സബന്നല്ലദീന കഫറു അന്നമാ നുംലി ലഹും ഖൈറൻ ലി അൻഫുസിഹിം ഇന്നമാ നുംലി ലഹും ലിയസ്ദാദു ഇത്മ. സമൂഹത്തിൽ കുറ്റകൃത്യം വളർത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നവർ, സമൂഹത്തിൽ കുറ്റകൃത്യം വളർത്തുന്നതിന് വേണ്ടി, മയക്കുമരുന്ന് വിൽക്കുന്നതിന് അവർക്ക് തടസ്സമുണ്ടാവില്ല, മദ്യം വിളമ്പുന്നതിന് അവർക്ക് തടസ്സമുണ്ടാവില്ല. സമൂഹത്തിൽ എന്തെന്തൊക്കെ തിന്മകളുണ്ടോ ആ തിന്മകളൊക്കെയും വർദ്ധിപ്പിക്കുന്നതിന്, വ്യാപിപ്പിക്കുന്നതിന്, പ്രചരിപ്പിക്കുന്നതിന് തയ്യാറുള്ള ആളുകളെയാണ് ഖുർആനിൻ്റെ ഭാഷയിൽ കാഫിർ എന്ന് പറയുന്നത്. അത് ഒരു ജാതി മതവിഭാഗത്തിൻ്റെ പേരല്ല, അതൊരു സമുദായത്തിൻ്റെ പേരുമല്ല, അത് ഏത് സമുദായത്തിലുമുള്ള ഇത്തരം മനോഭാവമുള്ള ഒരു വിഭാഗത്തിൻ്റെ പേരായിട്ടാണ് ഖുർആൻ പറയുന്നത്. ഇനിയും നോക്കൂ നിങ്ങൾ, അന്നിദാ സമയത്തും ആയാത്തില്ലാഹി യക്ഫുറു ബിഹാ വയുസ്തഹ്സഉ ബിഹാ. നന്മകളോട് പുച്ഛം, അറിവിനോട് പുച്ഛം. അറിവ് എന്ത്, അത് കേട്ടിട്ടെന്ത് കാര്യം, അതറിഞ്ഞിട്ടെന്ത് കാര്യം, വെറുതെ മെനക്കെടുന്നു എന്ന് പറഞ്ഞ് അറിവിനോടും നന്മകളോടും പുച്ഛം പുലർത്തുന്ന മനോഭാവമുള്ളവരാകുന്നു അവർ എന്ന് ഖുർആൻ കാഫിറുകളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കാഫിർ എന്ന് പറയുന്നത് ഏതോ ഒരു അദൃശ്യ ലോകത്ത് നിന്ന് അല്ലെങ്കിൽ വാനലോകത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത നൂലിൽ കെട്ടി ഇറക്കിയ വിഭാഗമൊന്നുമല്ല. മനുഷ്യ സമൂഹത്തിൽ തന്നെയുള്ള, പള്ളിയിലെ 1-ാം സഫിൽ കാണാം, ചർച്ചിലെ ആൾത്താരയിൽ കാണാം, ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ശ്രീകോവിലിൻ്റെ മുമ്പിലോ അത് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലോ കാണാം, സംഘടനകളുടെ തലപ്പത്ത് കാണാം, ആരാധനാലയങ്ങളിലെ ദിവ്യസ്ഥാനങ്ങളിൽ കാണാം. അവിടെയൊക്കെ കാണാവുന്ന ചില ആളുകളെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഇത്തരം മനോഭാവമുള്ളവർ തീർന്നില്ല. ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന യക്ഫൂന ബില്ലാഹി വറസുലിഹി വയുരീദൂന അൻ യുഫർരിഖൂ ബൈനല്ലാഹി വറസുലിഹി. കാഫിറുകളുടെ സ്വഭാവം പറയുന്നിടത്ത് ദൈവത്തെയും ദൈവദൂതനെയും 2 തട്ടിലാക്കുന്നവർ ആരാണ് ചെയ്യുന്നത് നമുക്കറിയാലോ. ദൈവത്തെയും ദൈവദൂതനെയും 2 തട്ടിലാക്കുന്നവർ. വയുരീദൂന അൻ യുഫർരിഖൂ ബൈനല്ലാഹി വറസുലിഹി. അള്ളാഹു വേറെ, അള്ളാഹുവിൻ്റെ ദൂതൻ വേറെ, കിതാബ് വേറെ, ഹദീസ് വേറെ എന്ന് പറഞ്ഞ് ദൈവത്തെയും ദൈവദൂതനെയും 2 തട്ടിലാക്കാൻ ശ്രമിക്കുന്നവർക്കാണ് ഖുർആൻ കാഫിറുകൾ എന്ന് പറയുന്നത്. ചില കിതാബുകളുടെ പേരോർമ്മ വരുന്നില്ലേ? ഇത് കേൾക്കുമ്പോൾ ചില ആളുകളുടെ, ചില ഇമാമുകളുടെ പേരോർമ്മ വരുന്നില്ലേ? ഖുർആൻ പറയുന്നതാണ് ഞാൻ പറയുന്നത്. തുടർന്ന് പറയുന്നു, ഇന്നല്ലദീന കഫറൂ വളലമു ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും. സമൂഹത്തിൽ അതിക്രമം ഉണ്ടാക്കുന്നവർ, അന്യായം പ്രവർത്തിക്കുന്നവർ, ദുൽമ പ്രവർത്തിക്കുന്നവർ, സാമൂഹ്യ ദ്രോഹ പ്രവർത്തനങ്ങൾക്കാണ് ദുൽമ എന്ന് പറയുന്നത്. അങ്ങനെ ദുൽമ പ്രവർത്തിക്കുന്നവർക്കാണ് ഖുർആൻ കാഫിറുകൾ എന്ന് പറയുന്നത്. തുടർന്ന് പറയുന്നു, യാ അയ്യുഹർ റസൂലു ലാ യഹ്സുൻകല്ലദീന യുസാരിഊന ഫിൽ കുഫ്രി മിനല്ലദീന ഖാലു ആമന്നാ ബിഅഫ്വാഹിഹിം വലം തുഅ്മിൻ ഖുലൂബുഹും. വെറും വർത്തമാനം പറയുന്നവർ, ഞങ്ങൾ ആദർശശാലികളാണ്, വിശ്വാസികളാണെന്നൊക്കെ പറയും, പക്ഷേ അവരുടെ ഹൃദയത്തിലേക്ക് അതിറങ്ങിയിട്ടില്ല. അങ്ങനെ വെറും വർത്തമാനം പറയുന്ന, വ്യാജവർത്തമാനം പറയുന്ന, വ്യാജമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന അവസരവാദികളാണ് കാഫിറുകളെന്ന് ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നു. ആഴത്തിൽ ആലോചിക്കേണ്ടുന്ന വിഷയമാണ്. പിന്നെയും പറയുന്നു, വഇയറൗ കുല്ല ആയത്തിൻ ലാ യുഅ്മിനൂ ബിഹാ ഹത്താ ഇദാ ജാഊക യുജാദിലൂനക. കുതർക്കികൾ താൻ നിലകൊള്ളുന്നത് തെറ്റായ പ്രതലത്തിലാണെന്ന് ബോധ്യപ്പെട്ടിട്ടും ആ തെറ്റായ പ്രതലത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി എന്ത് കള്ളവും പറയും. കുതർക്കികളാണവർ. അങ്ങനെ പ്രവാചകനോട് പോലും തർക്കിക്കാൻ മടിയില്ലാത്ത കുതർക്കികളാണ് കാഫിറുകളെന്ന്. ആരോടും എന്തും താൻ തെറ്റായ പ്രതലത്തിലാണെന്ന് ബോധ്യമുണ്ടായിട്ടും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുതർക്കമുന്നയിച്ച് മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി പാടുപെടുന്നവരാണ് അവർ എന്ന് ഖുർആൻ പറയുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ആയത്തുകളിലൂടെ കാഫിറുകളുടെ സ്വഭാവം ഖുർആൻ തുറന്നു കാണിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു മതവിഭാഗത്തിൻ്റെ പേരല്ല, മുസ്ലിങ്ങളല്ലാത്തവരുടെ പേരുമല്ല, മുസ്ലിങ്ങളിൽ തന്നെ ഉണ്ട്. ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ഫവൈലിൽ മുശ്രിക്കീൻ അല്ലദീന ലാ യുഅ്തൂന സകാത്ത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. സകാത്ത് കൊടുക്കാത്തവർ കാഫിറുകളാണ്. ഖുർആൻ പറയാണ്, സകാത്ത് കൊടുക്കാത്തവരാരാ? സകാത്ത് കൊടുക്കുന്നവരാരായിരിക്കും? അതേത് സമൂഹത്തിൽപ്പെട്ടവരായിരിക്കും? അല്ലദീന ലാ യുഅ്തൂന സകാത്ത ഫവൈലുൽ മുശ്രിക്കീൻ. മുശ്രിക്കുകൾക്ക് നാശം.
ആരാണ്? അല്ലദീന ലാ യുഅ്തൂന സക്കാത്ത, അവർ സക്കാത്ത് നൽകാൻ തയ്യാറല്ലാത്തവരാണ്, നിത്യദാനം നൽകാത്തവരാണ്. വഹും ബിൽ ആഖിറ, അവർ പരലോകത്തെ നിഷേധിക്കുന്നവരുമാണ്. അവരാണ് കാഫിറുകൾ. അങ്ങനെ കാഫിറുകൾ എന്ന് ഖുർആൻ വിളിക്കുന്നത് ഇത്തരത്തിലുള്ള ഭൗതിക പൂജകരെ. എന്തുകൊണ്ടാണ് സക്കാത്ത് കൊടുക്കാത്തത്? സക്കാത്ത് കൊടുക്കാത്തത് ഭൗതിക പൂജയുള്ളതുകൊണ്ട്. ലൗകികമായ സൗകര്യങ്ങളാണ് ഏറ്റവും വലുതെന്നും അതാണ് ശാശ്വതമെന്നും അതാണ് ആനന്ദത്തിൻ്റെ മാർഗമെന്നും വിചാരിക്കുന്നതുകൊണ്ട്. അപ്പോൾ കാഫിർ എന്ന് പറയുന്നത് ഈ അർത്ഥത്തിൽ ഏതെങ്കിലും ഒരു ജാതി വിഭാഗത്തെ അവൻ കാഫിറല്ലേ, അവൾ കാഫിറല്ലേ എന്നൊക്കെ അങ്ങനെ അങ്ങ് പറയും. ഈ രാഷ്ട്രീയ വിവാദം ഉണ്ടായതുപോലും അത്തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണെന്ന് ഞാൻ വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ സാമൂഹ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട, സമൂഹത്തിന് നന്മ വരുന്നത് തടയുന്ന, ധർമ്മചിന്തകളെ നിരുത്സാഹപ്പെടുത്തുന്ന, തിന്മകൾ വ്യാപിപ്പിക്കാനും കുറ്റകൃത്യങ്ങൾ പ്രചരിപ്പിക്കാനും ആഗ്രഹിക്കുന്ന, സമൂഹത്തെ ദുഷിപ്പിലേക്ക് നയിക്കുന്നവർ. ഇനി നിങ്ങൾ ആലോചിക്കൂ, ഇത് കോർപ്പറേറ്റുകളല്ലാതെ മറ്റാരാണ്? കോർപ്പറേറ്റുകളല്ലാതെ മറ്റാരാണ്? സമൂഹത്തെ ദുഷിപ്പിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ വൃത്തികെട്ടതും മോശമായതുമായ ഉൽപ്പന്നങ്ങൾ തെറ്റായ പ്രചരണങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എത്തിച്ച്, എന്നിട്ട് തെറ്റായ പ്രലോഭനങ്ങൾ നൽകി അവരെ കൊണ്ടത് വാങ്ങിപ്പിച്ച് അവരെ രോഗികളാക്കുകയും അവരെ മാനസിക അടിമകളാക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റുകളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കൂ. ഞാൻ ഈ പറഞ്ഞ ഡെഫിനിഷനുകളൊക്കെ വെച്ചുകൊണ്ട് ഭരണാധികാരികളെക്കുറിച്ച് ആലോചിക്കൂ. ഇവിടെ എല്ലാ നന്മകളും ചെയ്യാനുള്ള മിഷനറി കയ്യിലുണ്ട്. ഒരൊറ്റ ഉത്തരവിലൂടെ ഈ ലോകത്തെ, ഈ നാടിനെ നന്നാക്കാനുള്ള സകല മിഷനറികളും കയ്യിലുണ്ടായിട്ടും ആ മിഷനറിയൊന്നും ഉപയോഗിക്കാതെ സമൂഹത്തെ വീണ്ടും വീണ്ടും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഉത്തരവുകളും പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന ഭരണാധികാരികൾ. ഞാൻ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ, ഏതെങ്കിലും ഒരു രാജ്യത്തെ, ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഒന്നും ഉദ്ദേശിച്ചല്ല പറയുന്നത്. ലോകത്ത് മൊത്തം നിങ്ങൾ ആലോചിക്കണം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മുതൽ ഇങ്ങ് വരെയുള്ള പഞ്ചായത്ത് വരെയുള്ള എല്ലാ തലങ്ങളെയും ഇത് ബാധിക്കുന്നതാണ്. അപ്പോൾ ഒരു ഉത്തരവിലൂടെ ഒരു സമൂഹത്തെ നന്നാക്കാം, ഒരു ഉത്തരവിലൂടെ നന്നാക്കാം. എന്തെന്തൊക്കെ ഉദാഹരണങ്ങളുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് രാവിലെ വരെ ക്ഷേത്രത്തിന് പുറത്ത് നിൽക്കേണ്ടി വന്നിരുന്ന അയിത്തജാതിക്കാരുണ്ട്. ഒരു വിളംബരം അങ്ങ് പുറപ്പെടുവിച്ചപ്പോൾ വൈകുന്നേരം അവർക്ക് കയറാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സതി നിർത്തലാക്കി. ഇന്നലെ വരെ ഭർത്താവ് മരിച്ചാൽ ആ ചിതയിൽ ചാടി മരിച്ചിരുന്നത് പുണ്യപ്രവൃത്തിയാണെങ്കിൽ ഇന്ന് വൈകുന്നേരമാകുമ്പോൾ അത് കുറ്റകൃത്യമായി, ക്രിമിനൽ കുറ്റകൃത്യമായി മാറി. ഒരു ഉത്തരവിലൂടെ ഒരു സമൂഹത്തെ നന്നാക്കാൻ ഈ ഭരണാധികാരികളുടെ കയ്യിലുള്ള മിഷനറി ശക്തമാണ്. പക്ഷെ അവരത് ഉപയോഗിക്കില്ല. ചാരായ നിരോധിച്ചില്ലേ നമ്മുടെ നാട്ടിൽ? എന്തൊക്കെ സംഭവിച്ചോ? അതേ ശക്തിയിൽ ഇവിടെ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ നിലപാടുകൾ എടുക്കാം, ചെയ്യില്ല. കാരണം തിന്മകളുടെ ശക്തിയാണ്, തിന്മയുടെ ശക്തികളാണ് ഇവരെയൊക്കെ നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആരാണ് കാഫിർ? ഈ പാവപ്പെട്ട തൊഴിലാളികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിത സന്ധാരണത്തിന് വേണ്ടി പണിയെടുത്ത്, പാടത്തും പറമ്പിലും പണിയെടുത്ത് വിയർത്തൊഴുകി വൈകുന്നേരം ഒന്ന് അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ തൊഴുതു നിന്നാൽ അവനാണോ കാഫിർ? ചർച്ചിൽ പോയി ക്രൂശിത രൂപത്തിൻ്റെ മുന്നിൽ കർത്താവെ എന്ന് വിളിക്കുന്നവനാണോ കാഫിർ? പള്ളിയിൽ പോയി കുമ്പിട്ട് നിസ്കരിക്കുന്നവനാണോ കാഫിർ? അല്ലെങ്കിൽ ഉള്ള സമയത്ത് 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് വിപ്ലവ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് കരുതി പാർട്ടി ഓഫീസിൽ കയറിപ്പോകുന്ന പാവപ്പെട്ടവനാണോ കാഫിർ? അവരെക്കുറിച്ചാണോ ഖുർആനിൽ പറയുന്നത്? അവരുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ദുശ്ചിന്തകളുണ്ടോ? അല്ല. ആ പാവങ്ങളെക്കുറിച്ചല്ല, സാധാരണക്കാരായ മനുഷ്യരെക്കുറിച്ചല്ല ഈ പറയുന്നത് മുഴുവനും സമൂഹത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്ന ഇപ്പറഞ്ഞ ആളുകളെക്കുറിച്ചാണ്. സമൂഹത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി കിതാബ് എഴുതുന്നവർ, സമൂഹത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി, വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രസംഗിക്കുന്നവർ, ഇവരൊക്കെ കൂട്ടത്തിൽപ്പെടും. അവരെക്കുറിച്ചാണ് പറയുന്നത്. അവരാണ് കാഫിറുകൾ. അല്ലാതെ കാഫിർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ പേരാണെന്ന്, അല്ലെങ്കിൽ ഒരു സമുദായത്തിൽ പെട്ടവരല്ലാത്തവരൊക്കെ കാഫിറുകളാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഖുർആൻ പറഞ്ഞിട്ടില്ല. ഈ പറയപ്പെട്ട ഗുണങ്ങൾ ആരിലൊക്കെ ഉണ്ടോ അത് ഹാജിയാർക്കുണ്ടെങ്കിൽ ആ ഹാജിയാർ കാഫിറാണ്. അത് പൂജാരിക്കുണ്ടെങ്കിൽ പൂജാരി കാഫിറാണ്. അത് പള്ളിയിൽ അച്ഛനുണ്ടെങ്കിൽ പള്ളിയിൽ അച്ഛൻ കാഫിറാണ്. അത് പാർട്ടി സെക്രട്ടറിക്കുണ്ടെങ്കിൽ പാർട്ടി സെക്രട്ടറി കാഫിറാണ്. അല്ലാതെ ഒരു പ്രത്യേകമായ വിഭാഗത്തിൽപ്പെട്ടവരല്ല. ഈ മനോഭാവത്തിൻ്റെ പേരാണത്. ആ ഒരു ആശയധാരയുടെ പേരാണത്. ആശയ ദാരിദ്ര്യത്തിൻ്റെയും പാപ്പരത്വത്തിൻ്റെയും പേരാണ് കാഫിർ എന്ന് പറയുന്നത്. അങ്ങനെ ഉൾക്കൊള്ളുമ്പോൾ നോക്കുക,
ഈ ലോകത്ത് 2 കൂട്ടരേ ഉള്ളൂ. ആരാണത്? ഒന്ന് കാഫിർ, ആത്മവിരോധി. മറ്റൊന്നോ ധർമ്മികളായിട്ടുള്ളവർ. ധർമ്മത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവർ. അമ്പലത്തിൽ പോകുന്നവരും, ചർച്ചിൽ പോകുന്നവരും, പള്ളിയിൽ പോകുന്നവരും, പാർട്ടി ഓഫീസിൽ പോകുന്നവരും, സിനഗോഗിൽ പോകുന്നവരും അക്കൂട്ടത്തിലുണ്ട്. ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും പക്ഷം മാത്രമേ ഈ ലോകത്തുള്ളൂ. അധർമ്മത്തിൻ്റെ പക്ഷം, സത്യത്തിൻ്റെ പക്ഷം, ധർമ്മത്തിൻ്റെ പക്ഷം. കൗരവരും പാണ്ഡവരും, അബൂജഹലിൻ്റെ ആളുകളും മുഹമ്മദ് നബിയുടെ ആളുകളും, ഹുസൈൻ്റെ ആളുകളും യസീദിൻ്റെ ആളുകളും, ഗോലിയത്തിൻ്റെ ആളുകളും ദാവീദിൻ്റെ ആളുകളും, അള്ളാഹുവിൻ്റെ ആളുകളും ഇബ്ലീസിൻ്റെ ആളുകളും, ദൈവത്തിൻ്റെ ആളുകളും സാത്താൻ്റെ ആളുകളും. 2 വിഭാഗം മാത്രമേ ഈ ലോകത്തുള്ളൂ. അതൊന്ന് ധർമ്മപക്ഷം, മറ്റൊന്ന് അധർമ്മപക്ഷം. ഒന്ന് കാഫറുകൾ, ഒന്ന് ധർമ്മികൾ. ഒന്ന് ആത്മവിരോധികൾ, മറ്റൊന്ന് ആത്മബോധമുള്ളവർ. ആത്മവിരോധികളും ആത്മബോധമുള്ളവരും. ഇത് നാരായണ ഗുരുവിൻ്റെ ഭാഷയാണ്. ആ രീതിയിൽ ലോകത്ത് ഈ 2 വിഭാഗം, നമ്മൾ ഏത് വിഭാഗത്തിൽ പെടണമെന്നുള്ളതാണ്. ആത്മവിരോധികളുടെ വിഭാഗത്തിൽ പെടുമ്പോൾ കാഫിറാകും, ആത്മബോധമുള്ളവരുടെ വഴിയിൽ പെടുമ്പോൾ നാം ജ്ഞാനികളായിത്തീരും, അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം, വാഴണം സുഖം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അള്ളാഹുവേ, ആത്മവിരോധികളുടെ വഴിയിലേക്ക് ഞങ്ങളെ നയിക്കല്ലേ, ആത്മബോധമുള്ളവരുടെ വഴിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. 5 നേരവും പ്രാർത്ഥിക്കുന്നത് അതാണ്. ആത്മബോധമുള്ളവരുടെ വഴിയിലേക്ക് നയിക്കാൻ, ആത്മവിരോധിയായി ആകാതിരിക്കാൻ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതാണ് കാഫിറിൻ്റെ ഡെഫിനിഷൻ, അതാണ് മുഅ്മിനിൻ്റെ ഡെഫിനിഷൻ. ഇത് മനസ്സിലാക്കിയാൽ തീരുന്നതേ ഉള്ളൂ പ്രശ്നം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദുൽ കൗനൈൻ മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദുൽ മുർസലീൻ മുറാദിൽ മുഷ്താഖീൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ സാഹിബിൽ ഹറമൈനി വബിനിൽ ദബീഹൈൻ സയ്യിദിനാ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി. സഹോദരങ്ങളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. നമ്മുടെ ലോകം ഒരു തരത്തിൽ വൈജ്ഞാനികമായും സൗകര്യത്തിൻ്റെ തലങ്ങളിലുമെല്ലാം പുരോഗതി പ്രാപിക്കുമ്പോഴും മനുഷ്യൻ കൂടുതൽ വർഗീയവൽക്കരിക്കപ്പെടുകയും മാനസികമായി ഇടുക്കമുള്ളവരാക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് തോന്നിപ്പോകും. ലോകത്ത് പലപ്പോഴും ഈ അടുത്ത കാലത്തൊക്കെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വലതുപക്ഷം എന്ന് വെച്ചാൽ തീവ്ര മതബോധമുള്ള അല്ലെങ്കിൽ തീവ്ര മത ചിന്തകളുള്ള ആളുകൾ വിജയിക്കുകയും അല്പമൊക്കെ ലിബറലായിട്ട് ചിന്തിക്കുന്ന ആളുകൾ പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. ഇതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മതത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും വേദത്തെക്കുറിച്ചുമൊക്കെയുള്ള ആഴത്തിലുള്ള ആലോചനകൾ നഷ്ടപ്പെട്ടു പോവുകയും മതമെന്ന് പറയുന്നത് കേവലം ഒരു മേൽപ്പാളി ലഹരിയായി തീരുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മതം ജന്മനാ ലഭിക്കുന്ന, മാതാപിതാക്കൾ അങ്ങനെ ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് ഞാനും ആ മതത്തിൽപ്പെട്ടു, അങ്ങനെ ജന്മനാ ലഭിക്കുന്ന ഒരു സംഗതിയായി പരിണമിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ മാതാപിതാക്കളുടെ പേര് മുസ്ലിങ്ങളുടെ മുസ്ലിം പേരുകളായതുകൊണ്ട് നിങ്ങളൊക്കെ മുസ്ലിങ്ങളായി, മറ്റേയാൾ ഹിന്ദുക്കളായതുകൊണ്ട് അവരൊക്കെ ഹിന്ദുക്കളായി എന്നല്ലാതെ ആഴത്തിൽ പഠിക്കുന്നില്ല. എല്ലാ മതങ്ങളുടെയും അകത്തോട്ട് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു വസ്തുതയുണ്ട്. അത് മധുരമുള്ളതാണ്, സ്നേഹമാണ്, ആർദ്രതയാണ്, ദയയാണ്, കാരുണ്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എൻ്റെ മതം കാരുണ്യമാണ്, എൻ്റെ മതം സ്നേഹമാണ്, എൻ്റെ മതം മറ്റുള്ളവരോടുള്ള കരുതലാണ് എന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ അപ്പുറത്തെ മതം എന്ത് പറയുന്നു? അതും പറയുന്നത് അത് തന്നെയാണല്ലോ, മറ്റേതോ അതും പറയുന്നത് അത് തന്നെയാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്നല്ലേ? അതെ. അപ്പം മേലെ വ്യത്യസ്തതകൾ നമ്മൾ കാണും.
ആരാധനകളിൽ, അനുഷ്ഠാനങ്ങളിലൊക്കെ വ്യത്യസ്തതകൾ. അകത്തേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഒക്കെ കാമ്പ് ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ മറ്റുള്ളവരെ വെറുക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഞാൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ ഉൾക്കൊള്ളുന്ന അതേ ആശയം തന്നെയാണ് മറ്റൊരു ഭാഷയിൽ ആ സഹോദരനും ഉൾക്കൊള്ളുന്നത്. അത് തന്നെയാണ് മറ്റേ ആളും ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ നിലകൊള്ളുന്നത് ഒരേ ആശയത്തിന് വേണ്ടിയാണ്, ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ഈ ഒരു ബോധത്തിലേക്ക് നാം വളരണം. അല്ലാതെ മതങ്ങളെല്ലാം പരസ്പരം എതിരാണ്, തെറ്റാണ്, ഒന്നൊന്നിനെ ഇല്ലായ്മ ചെയ്യണം, എൻ്റെ മതത്തിൽ കുറേ ആൾക്കാർ കൂടണം, മറ്റേ മതം ക്ഷയിക്കണം, ഇല്ലാതാകണം, അപ്പോഴേ ലോകം നന്നാവുള്ളൂ എന്നൊക്കെയുള്ള ധാരണ ആരൊക്കെയോ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെ തലവെച്ച് കൊടുക്കരുത്. എല്ലാ മതങ്ങളും ആത്മഭാവത്തിൽ ഒന്നാണ്. എല്ലാ മതങ്ങളും നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സത്യം ഒന്നാണ്. എല്ലാ മതങ്ങളും മനുഷ്യൻ്റെ നന്മയാണ് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ മതത്തെ ആഴത്തിൽ പഠിച്ചറിഞ്ഞ് അതിൻ്റെ ആത്മസൗന്ദര്യം നുകർന്നാൽ ഈ ലോകത്തുള്ള സകല പ്രശ്നങ്ങളും തീരും, വർഗീയത ഇല്ലാതാകും, മനസ്സ് വിശാലമാകും, എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരന്തരീക്ഷമുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കക്ഷികളായി നമുക്ക് ലോകത്തെ കാണാൻ കഴിയും. ഒന്ന് ആത്മവിരോധികൾ, മറ്റൊന്ന് ആത്മബോധമുള്ളവർ. സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ, അസത്യത്തിൻ്റെ വക്താക്കൾ. അപ്പോൾ നമുക്ക് സത്യത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ ജാതിയുടെയും മതത്തിൻ്റെയും എല്ലാ അതിർവരമ്പുകളും അലിഞ്ഞലിഞ്ഞില്ലാതാകുന്നത് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത് ത്വയ്യിബ് സറാഹും വജഅൽ ജന്നത മഅവാഹും റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر الدعاء الحمد لله.